മൃണാൽ വ്ലോഗ്. മൃണാലിന്റെ ഹംഗ്രി മൃണാൽ എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, കോൺസെപ്റ്റ് ഈസ് ഗുഡ്, ബട്ട് പ്രൊമോഷൻ ചെയ്യുന്ന തൻ്റെ നാവ് അല്ലെങ്കിൽ തൻ്റെ അറഗൻസ്, തൻ്റെ ആറ്റിറ്റ്യൂഡ്, അതാണ് ഈ സാധനം പൊട്ടിക്കുന്നത് അല്ലെങ്കിൽ പണി വാളിക്കുന്നത്. ഇവനൊന്ന് ശരിയാക്കും ഞാൻ. മൂപ്പരന്നെ ആരെയോ കൂലിയും കൊടുത്ത് ക്യാമറാമാനെയും വെച്ച് ഒരു സൈഡിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്യിക്കുക. മൂപ്പരന്നെ പോയിട്ട് ഡോഗ്സിന് ഫുഡ് കൊടുക്കുന്നു, പാവപ്പെട്ടവർക്ക് ഫുഡ് കൊടുക്കുന്നു. നിന്റെ പുക കണ്ടിട്ട് പാപ്പനി മലക്കത്തൊള്ളൂടാ. ഞാൻ തുടങ്ങട്ടെ. ഒരു ഫേമസ് ഇൻഫ്ലുവൻസർ, ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ആള് പറഞ്ഞത് ഭക്ഷണം വളരെ നല്ലതാണ്, പക്ഷെ മൃണാളും ഉണ്ടെന്നാണ്. ഇത്ര നല്ല ഭക്ഷണം കൊടുക്കുന്ന സ്ഥാപനം നടത്തുന്ന ആൾക്ക് മിണ്ടാൻ അവകാശമില്ലേ? തൻ്റെ നാവ് അല്ലെങ്കിൽ തൻ്റെ അറഗൻസ്, തൻ്റെ ആറ്റിറ്റ്യൂഡ്, അതാണ് ഈ സാധനം പൊട്ടിക്കുന്നത് അല്ലെങ്കിൽ പണി വാളിക്കുന്നത്. ഒരു മനുഷ്യന്റെ ഫണ്ടമെന്റൽ റൈറ്റ് അല്ലേ അയാൾക്ക് സംസാരിക്കാനുള്ളത്, പറയാനുള്ളത്? അത് തടയുന്ന രീതിയിൽ സംസാരിക്കുന്ന ആള് ഇൻഫ്ലുവൻസറോ? തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെപ്പറ്റി വളരെ മോശം അഭിപ്രായമാണ്. ഇനിയെങ്കിലും എല്ലാരെയും കൊണ്ട് അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ? മിണ്ടാതെ നിശബ്ദനായിരിക്കാൻ മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്ത്? പാവം, ഇവന്റെ ബലഹീനത മനസ്സിലാക്കില്ലല്ലോ. ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഇയാളെ ഫോളോ ചെയ്യുന്നവരുടെ അവസ്ഥ ആലോചിച്ചിട്ട് എനിക്ക് വിഷമമുണ്ട്. ഇവരൊക്കെ റിവ്യൂ ചെയ്യുന്നത് അവരവരുടെ അരി വാങ്ങിക്കാനാണ്. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. നമ്മളിവിടെ ചെയ്തോണ്ടിരിക്കുന്നത് 100 കണക്കിന് കുടുംബങ്ങൾക്ക് അരി എത്തിക്കാനാണ്. ശരിക്കും എനിക്ക് എന്നെ അറിയാൻ പാലഞ്ഞാട്ടാണ്. കൂടെ ജോലി ചെയ്യുന്നവരുടെ കാര്യത്തിലായാലും, വിശന്ന് കാശില്ലാതെ വരുന്നവർക്ക് കൊച്ചിയിൽ ഞങ്ങൾ ഏത് ബ്രാഞ്ചിലായാലും ഫ്രീ ഫുഡ് കൊടുക്കുന്ന കാര്യത്തിലായാലും, പട്ടി ഷോ എന്ന് പറയും. പിന്നെ അല്ലാതെ ഒരാൾക്ക് റിവ്യൂ ചെയ്ത് അരി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് 100 കണക്കിന് പേരുടെ അരി മുടക്കുന്നത് ശരിയാണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അരി വാങ്ങിച്ചു കൊടുക്കാൻ ആലോചിച്ചോളൂ. എന്തെങ്കിലും ഉപകാരം ചെയ്തോ. നാട്ടിൽ വെള്ളപ്പൊക്കൊക്കെ അല്ലേ? അതിന് ശ്രദ്ധിക്കുന്നുണ്ട്, ചളവാകും. അവിടെ ഇവിടെ ഇരുട്ടത്ത് ഒളിച്ചിരുന്നിട്ട് ഈ വക സ്വന്തം അരിക്ക് വേണ്ടി എന്ത് അക്രമം ചെയ്യാതെ എന്തെങ്കിലും ഉപകാരം ചെയ്യൂടെ? ഓപ്പൺ കിച്ചൺ മുതല് നല്ല ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഞാൻ ചെയ്ത കാര്യങ്ങൾ ഞങ്ങളോട് ചോദിച്ചിട്ടാണോ എന്നാണ് ചോദിക്കുന്നത്. നിന്നോടൊന്നും ചോദിച്ചിട്ടല്ല നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത്. നീ എത്ര അഡ്ജസ്റ്റ് ചെയ്താലും ശരിയാവില്ല. നിന്റെ മുഖത്ത് ഇപ്പോഴും ഉണ്ട് ഒരു ചമ്മല്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ ചിലത് കേട്ട് തെറ്റിദ്ധരിച്ച ചിലരുണ്ട്. അവരോടാണ് നല്ല രീതിയിൽ നടക്കുന്ന കട ഞങ്ങൾ കൂട്ടാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾക്ക് ഇന്നും വരാം, നാളെയും വരാം. ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. ഞാൻ മിണ്ടാതിരിക്കാറാണ് പതിവ്. ഞാൻ ഇപ്പോഴും മിണ്ടാതിരുന്നേനെ. എന്റെ ചിരി അവസാനിപ്പിക്കാൻ, എന്റെ ശബ്ദം ഇല്ലാതാക്കാൻ, എന്നെ തന്നെ അവസാനിപ്പിക്കാൻ ചിലർ നടക്കാൻ വേണ്ടി കാലത്തിൽ ഒരുമാതിരി കുത്തണ വർത്താനം പറയരുത്. ഞാനിപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? ഇപ്പൊ സംസാരിക്കേണ്ടി വന്നത് 100 കണക്കിന് പേരുടെ അന്നം മുടക്കാൻ അവർ ശ്രമിക്കുന്നത് കാണുമ്പോഴാണ്. അല്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞല്ല. നീ വേറൊന്നും ഉദ്ദേശിക്കണ്ട. നിങ്ങൾ നല്ലത് എന്തെങ്കിലും ചെയ്യ്, അതല്ലേ നല്ലത്. നല്ലത് ചെയ്താൽ നല്ലത് വരും. നല്ല ഉപദേശം. പോത്തിനോടാണോ വേദ ഓതുന്നത്? മൂപ്പരന്നെ ആരെയോ കൂലിയും കൊടുത്ത് ക്യാമറാമാനെയും വെച്ച് ഒരു സൈഡിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്യിക്കുക. മൂപ്പരന്നെ പോയിട്ട് ഡോഗ്സിന് ഫുഡ് കൊടുക്കുന്നു, പാവപ്പെട്ടവർക്ക് ഫുഡ് കൊടുക്കുന്നു. അല്ലെങ്കിൽ ഇവിടെ ഭക്ഷണം കഴിക്കാൻ കാശില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഹംഗ്രി മൃണാലിലേക്ക് വരൂ എന്നൊക്കെ പറയണം.